പ്രിയപ്പെട്ടവരെ നമസ്കാരം. അഗ്രവേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവക്കാഡോ എന്ന് പറയുന്ന ഫ്രൂട്ട്സിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. വെണ്ണപ്പഴം, ബട്ടർ ഫ്രൂട്ട് എന്നൊക്കെ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മൾക്ക് വയനാട് പോലെയുള്ള പ്രദേശങ്ങളിലാണ് ഇത് ധാരാളമായിട്ട് വളരുന്നത്. അവിടുത്തെ കാലാവസ്ഥയൊക്കെയാണ് ഈ ചെടികൾക്ക് നന്നായി യോജിക്കും. നല്ല റിച്ചാണ് ഈ ഫ്രൂട്ട്, നല്ല വിലയുമാണ് അല്ലേ. മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല വിലയുമാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ്റ്റിൻ്റെ തൈകളാണെങ്കിൽ ഒരു 5 വർഷം മുതൽ കായ്ച്ചു തുടങ്ങും. കുരു കിളിപ്പിക്കുന്ന തൈകളാണെങ്കിൽ ഒരു 5 മുതൽ 7 വർഷത്തിനുള്ളിലേ കായ്ക്കത്തുള്ളൂ. അപ്പം നല്ല ഗ്രാഫ്റ്റഡ് തൈകളൊക്കെ ഇപ്പം നമ്മുടെ നഴ്സറികളിലൊക്കെ ലഭ്യമാണ്. നന്നായിട്ട് വളക്കൂറുള്ള മണ്ണാണ് ഈ അവക്കാഡോ ഫ്രൂട്ട്സ് അതിൻ്റെ തൈകൾ നടാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ നീർവാഴ്ചയുള്ള പ്രദേശമായിരിക്കണം. വെള്ളം കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ ഈ ചെടികൾ നല്ല രീതിയിൽ വളരത്തില്ല. നല്ല സൂര്യപ്രകാശവും ഇതിനാവശ്യമാണ്. നല്ല രീതിയിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ധാരാളം വൈറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ട്സാണ് ഈ അവക്കാഡോ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിൽ ഉണ്ടാകുന്ന പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഇതിന് ഒരു വർഷത്തിൽ ഈ തൈകൾ നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 25 കിലോഗ്രാം മേലും ജൈവവളം ഇട്ട് കൊടുക്കണം. ഈ തൈ നടുമ്പം തന്നെ അടിവളമായിട്ട് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ ചൈരി കമ്പോസ്റ്റ് അതൊക്കെ ഇട്ട് കൊടുത്ത് വേണം നടാനായിട്ട്. അതുപോലെ നമുക്ക് ഓരോ വർഷവും കാൽസ്യം കിട്ടാൻ വേണ്ടിയിട്ട് കുമ്മായം നമുക്ക് ഇട്ട് കൊടുക്കാം. ചൂട്ടിലകത്ത് ഇട്ട് കൊടുക്കണം. കുമ്മായമോ ഡോളാമൈറ്റോ. കാൽസ്യം ധാരാളമായിട്ട് ആവശ്യമുള്ള ഒരു ഇനം ഫ്രൂട്ട്സാണ് ഈ അവക്കാഡോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാൽസ്യം നൈട്രേറ്റ് നമ്മൾ തളിച്ച് കൊടുക്കുമ്പോഴേ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അത് നന്നായിട്ട് പൂക്കുകയും കായ്ക്കാനും ഒക്കെ നല്ലതാണ്. പൂക്കൾ വന്നതിന് ശേഷം നമുക്ക് എഗ് അമിനോ ആസിഡ് ഒരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാം. അപ്പോൾ ഈ പൂക്കളൊന്നും കായ്കൾ കൊഴിഞ്ഞു പോകാതിരിക്കും. കായ്കളെല്ലാം പിരിയുന്ന കായ്കളെല്ലാം മൊത്തം പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതിനു വേണ്ടി നമുക്കങ്ങനെ എഗ് അമിനോ ആസിഡ് ഒരു 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ തളിച്ച് കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ എന്തിരുന്നാലും നല്ല വിലയുള്ള ഫ്രൂട്ട്സാണ്, ഗുണമുള്ള ഫ്രൂട്ട്സാണ്. അത് സൂര്യപ്രകാശം നന്നായിട്ടുള്ളിടത്ത് വേണം ഈ തൈകൾ നടാൻ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം.